ഹായ് ഗൈസ്. ഇന്നലെ വന്നിട്ട് ഒരു 3 സ്ഥലത്തേ പോകാൻ പറ്റൂ. ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് 4 മണിക്ക് തിരിച്ചെത്തി. ഇനി രണ്ട് ഗാർഡൻസും കൂടെ കാണാനുള്ളൂ. ഇന്നലെ പറ്റിയില്ല, അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഗുൽമർഗിൽ പോകുന്നുണ്ട്. ഗുൽമർഗിൽ പോയിട്ട് കൊണ്ടോളർ റൈഡ് കിട്ടത്തില്ല. നമ്മൾ ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. ഒന്ന് ബ്ലാക്കിലെടുക്കേണ്ടി വരും. ബ്ലാക്കിലെടുക്കുകയാണെങ്കിൽ എത്രയാണ് റേറ്റ് എന്ന് അറിയത്തില്ല. 2000 ഒക്കെ ആണെങ്കിൽ വാങ്ങിക്കാം. 3000 4000 ചോദിച്ചാൽ ഞാൻ എടുക്കത്തില്ല. വേറെ ഒരു സമയം പോകാൻ നോക്കത്തുള്ളൂ. പിന്നെ ഏതൊക്കെ ഇന്നലെ മിസ്സായ 2 ഗാർഡൻസിൽ ഇറങ്ങി വന്നിട്ട് ഇന്ന് പോകും. രാവിലെ നല്ല തണുപ്പുണ്ട്, നല്ല കിളികളുടെ സൗണ്ടുകളുണ്ട്. രാവിലെ അതായിട്ടാണ് അയച്ചത്. പിന്നെ വേറൊന്നുമില്ല. ബാക്കി നമുക്ക് നേരിട്ട് കാണാമല്ലോ. നമ്മൾ രാവിലെ 7 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ബ്ലോക്കിൽ പെട്ട് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ കൊണ്ടോളർ റൈഡ് 1 മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. കാരണം ബ്ലാക്കിന് ഇപ്പോൾ ടിക്കറ്റൊന്നും കിട്ടത്തില്ല. നമ്മൾ നേരിട്ട് ഓൺലൈൻ വഴി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. 1 മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഗുൽമാർഗിലോട്ടുള്ള പോകുന്ന വഴിയെല്ലാം നല്ല വഴികളാണ്. ഈ സമയം സമ്മർ ആയതുകൊണ്ട് നമുക്ക് കൊണ്ടോളർ റൈഡ് മാത്രമേ ഒരു ഇതുള്ളൂ, അല്ലെങ്കിൽ ഒരു വഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് കുതിര സവാരി ചെയ്യാം, 4000 രൂപയാവും. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ അനാവശ്യമായിട്ട് ചെയ്യേണ്ട. പിന്നെ പോകുന്ന വഴിയിൽ കോട്ട് അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പം മഞ്ഞില്ല അവിടെ. മഞ്ഞുള്ള സമയത്ത് പോവുകയാണെങ്കിൽ വേറെ ലുക്കായിരിക്കും. ഇവിടെ എല്ലാം നല്ലപോലെ മഞ്ഞുണ്ടാവും, മഞ്ഞ് വീഴ്ചയുണ്ടാവും. നല്ലൊരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ നംകിൻ ടീ എന്ന് പറഞ്ഞിട്ട് ഒരു സാൾട്ട് ഇട്ട് കുടിക്കാവുന്ന ടൈപ്പ് ചായ, സാൾട്ട് ഇട്ടുണ്ടാക്കുന്ന ചായ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതെനിക്ക് പറഞ്ഞത് എൻ്റെ ഡ്രൈവർ സയ്യിദാണ്. പുള്ളിക്കാരൻ നല്ലൊരു കമ്പനിയാണ്. പുള്ളിക്കാരൻ എല്ലാ കാര്യവും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് പോകുന്ന വഴിയിൽ. ഇപ്പം എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരു കുതിര എടുത്ത് റൈഡ് ചെയ്യാം, അത് മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറ്റത്തില്ല. നേരത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് എല്ലാം ഫുള്ളായിപ്പോയി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും അതും കൂടെ, നെക്സ്റ്റ് ടൈം ഞാൻ ഇനി വരികയാണെങ്കിൽ വിൻ്ററിലേ വരത്തുള്ളൂ. വിൻ്ററിൽ വരുമ്പം ട്രൈ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ പറയാനുള്ളത് എന്തെന്നാൽ, നമ്മളവിടെ കുതിര സവാരി നടത്തുന്നെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്തേ പറ്റുള്ളൂ. ഇതെന്നാൽ അവർ 1000 രൂപയ്ക്ക് ആദ്യം പറയും, പിന്നെ കുറച്ച് അവർ പറഞ്ഞുകൊണ്ട് വരും. ലാസ്റ്റ് ഫൈനലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് 650 രൂപ. പക്ഷേ 650 രൂപയ്ക്ക് വർത്താണ്. അവർ എല്ലായിടത്തും കൊണ്ടുപോകും, നമുക്ക് ഫോട്ടോസും എടുത്ത് തരും. साइड का लाओगे तो वीडियो डालना है। उठाओ, वीडियो भी उठाओ के उठा लो, अच्छा आता है। കുതിരയുടെ മേലെ ആദ്യമായിട്ട് പോവുകയും നല്ല കാര്യമുണ്ട്. പക്ഷെ കാര്യത്തിൻ്റെ ആവശ്യമില്ലാട്ടാണ്. ഇന്നോട്ടായിട്ട് എനിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നോടുണ്ട് കുഴപ്പമില്ല. പിന്നെ കുതിരക്കാർ നമുക്ക് വേണ്ടി താഴെ കുതിര വെച്ചിട്ട് നമുക്ക് വേണ്ടി കാത്തു വയ്ക്കും. നമ്മൾ അകത്ത് പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് കുതിരക്കാരൻ തന്നെ പുറത്തുള്ള ഫോട്ടോസ് എല്ലാം എടുത്തു തരും. പിന്നെ ഈ രാജാവിൻ്റെ ഈ കൊട്ടാരം പറയാൻ തോന്നില്ല. അതായത് 50 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്. ഇത് കൊട്ടാരം ആയിരിക്കത്തില്ല. രാജാവ് വെക്കേഷന് വന്ന് താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ആയിരിക്കാം. അതിൻ്റെ അകത്ത് ഫർണിച്ചേഴ്സുണ്ട്, പിന്നെ വെപ്പൺസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നല്ല രസമാണ് കണ്ടുവരാം. അപ്പോൾ ഷൂസ് അകത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഷൂസ് പുറത്ത് വെച്ചിട്ട് തന്നെ പോകണം. പിന്നെ പറയാനുള്ളത്, പിന്നെ പുറത്തിറങ്ങിയ ശേഷം
എനിക്കങ്ങനെ നന്നായിട്ട് നിറയെ ഫോട്ടോസ് എടുത്ത് തന്നു, ഒരുപാട് ഫോട്ടോസ് എടുത്ത് തന്നു, പാവം വീഡിയോസ് എടുത്ത് തന്നു. പിന്നെ അകത്തുള്ള കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഫോട്ടോസ് എടുത്ത് കൊടുത്ത്, ഞാൻ ഫോട്ടോസ് എടുത്ത് കൊടുത്തുകൊണ്ട് അവർ എനിക്ക് ഫോട്ടോസ് എടുത്ത് തന്നു. കൊള്ളായിരുന്നു. ഫർണിച്ചേഴ്സും കാര്യങ്ങളും നന്നായിട്ട് നോക്കി നടത്തുന്നുണ്ട്. നല്ല വൃത്തിക്ക് നോക്കി നടത്തുന്നുണ്ട് ഈ ഒരു പാലസിനെ. പരിസരമാണെങ്കിലും നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം, മഞ്ഞ് മലയൊക്കെ കാണാൻ കഴിയും പുറത്ത് നോക്കി കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു സ്ഥലം, ഒട്ടും ബോറടിക്കത്തില്ല. കഴിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. കബാബും നാനും ഓർഡർ ചെയ്തു. കബാബും നാനും പിന്നെ ചട്നിയും വന്നിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ അവസാനത്തെ രാത്രിയാണ് ഈ ഹോട്ടലിൽ. നാളെ ഡാൽ ലേക്കിൽ പോവും, പെഹൽഗാമിൽ പോവും. പിന്നെ ഇന്നലെ പോകാൻ പറ്റാത്ത രണ്ട് ഗാർഡൻസ് ഉണ്ടായിരുന്നു, അവിടെ നാളെ പോകാൻ പറ്റൂ. ഇന്ന് നമ്മൾ പോകാൻ നോക്കി നടന്നില്ല, അത്രയ്ക്ക് ട്രാഫിക്കാണ് ഇവിടെ. ട്രാഫിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. പോയാൽ നമ്മളെ കേരളത്തെ അപേക്ഷിച്ച് ഇവിടെ ആരും ട്രാഫിക് ആരും മാനിക്കുന്നൊന്നുമില്ല. ആരും സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല, ആരും ഹെൽമെറ്റ് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റോഡ് ആണെങ്കിൽ റോഡൊക്കെ മോശമാണ്. അങ്ങോട്ട് അതായത് വില്ലേജിലോട്ട് പോകുമ്പോഴേക്ക് കാണാനൊക്കെ രസമുള്ളൂ. പക്ഷേ സിറ്റി അത്ര പോരാ. ഡാൽ ലേക്കും പിന്നെ ഗാർഡൻസും മാത്രമേ ഈ സിറ്റിയിലേക്ക് കാണാനുള്ളൂ. പിന്നെ പറയാനുള്ളത് എന്തെന്നാ, ഫുഡ് നല്ല എക്സ്പെൻസാണ് ഫുഡ്. വില്ലേജ് ഏരിയയിൽ പോയി കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. അതായത് വില്ലേജ് ഏരിയയിൽ ഞാൻ ഇന്ന് പോയി വാങ്ങിച്ചത് വന്നിട്ട് ഒരു കബാബും ഒരു നാനുമാണ് വാങ്ങിച്ചത്. കബാബിൻ്റെ റേറ്റ് 350 രൂപയും നാനിൻ്റെ റേറ്റ് 100 രൂപ. നമുക്ക് വർത്താകത്തില്ല. പിന്നെ ഒരു ലസ്സിക്ക് 85 രൂപ. പിന്നെ അത് ബഡ്ജറ്റഡ് അല്ല ഫുഡിൻ്റെ കാര്യത്തിൽ. പിന്നെ എന്തുവാ പറയാനുള്ളത്, ഇത് ഇവിടുത്തെ ടെറസ് വ്യൂ ആണ്. ടെറസിൽ നിന്നാണ് സംസാരിക്കണത്. പിന്നെ ഇന്ന് കാണാൻ പറ്റാത്ത 2 ഗാർഡൻ നാളെ കാണാം. നാളെ രാവിലെ 7 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പോവും. പിന്നെ പറയാൻ തരുന്നു, ഇവിടുത്തെ പെട്രോളിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 99 രൂപയേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസാണ്. ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഡ്രസ്സിന് നല്ല എക്സ്പെൻസാണ് ഇവിടെ. പിന്നെ ബാക്കി ഗ്യാസ് എനിക്കറിയത്തില്ല.
പിന്നെ ഇവിടെ പിന്നെ എല്ലാവരും വാങ്ങിക്കാൻ പറയുന്ന ഐറ്റംസ് പറഞ്ഞാൽ വാൾനട്ട്, ബദാം, അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ നല്ല ഒറിജിനൽ ഐറ്റം കിട്ടും. വാൾനട്ടും ബദാമും പിന്നെ പിന്നെ എൻ്റെ ഡ്രൈവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നതായിരുന്നു. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടുത്തെ ഗ്രോസറി ഷോപ്സിൽ വിൽക്കണ സാധനം നമ്മളെന്തുവാ കളറിന് വേണ്ടിയല്ലേ ചേർക്കുന്നത്, അല്ലാതെ ഒരുപാട് എരിവിന് വേണ്ടിയൊന്നും നമ്മൾ ചേർക്കില്ല. നമ്മൾ കൂടുതലെടുത്ത് ഇടുകയും ചെയ്യും, എരിവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒറിജിനൽ കാശ്മീരി ചില്ലി അങ്ങനെയല്ല. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന മുളക് പൊടി നമ്മൾ 4 സ്പൂൺ ഇടുകയാണെങ്കിൽ കാശ്മീരി ചില്ലി 2 സ്പൂൺ ഇടാൻ പറ്റും. എന്നാൽ അത്രയ്ക്ക് എരിവാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ കഴിച്ച കറികളിലൊക്കെ എരിവുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുമായിരുന്നു കറികളൊക്കെ. ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. ഫുഡ് മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യണം, അതേ പറയുള്ളൂ. അത് നല്ല ഹോട്ടൽ നോക്കി പോകണം. ഇപ്പം എൻ്റെ ഡ്രൈവർ നല്ല ഹോട്ടൽസിലാണ് കൊണ്ടുപോയത്. ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ. ഇന്നലത്തത് പൊളിയായിരുന്നു. സ്ട്രീം എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് നല്ലൊരു വൈബായിരുന്നു, നല്ല കാമായിരുന്നു. പിന്നെന്തുവാ അവിടെ വെയിറ്റേഴ്സൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. ഒരു ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. വസ്വാനാണ് കഴിച്ചത്, വസ്വാൻ താലിയാണ് കഴിച്ചത്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതിൽ കൂടുതലും ഇവർ യൂസ് ചെയ്യണത് മട്ടനാണ് ഇവിടെ കൂടുതലായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ചിക്കൻ കുറവാണ്. മട്ടൻ ഡിഷസാണ് കൂടുതലും. ചിക്കൻ ഡിഷസ് ഉണ്ട്, ഇല്ലെന്നില്ല, ഉണ്ട്. പക്ഷേ കൂടുതലും ഇവർ മട്ടനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഐറ്റം അത് യുണീക്കായിട്ട് തോന്നി. സംഭവം എന്നാൽ നംകിൻ ടീ എന്ന് പറഞ്ഞ ഐറ്റം. അതായത് നിങ്ങൾ ചായയിൽ ഉപ്പിട്ട് കുടിക്കാറുണ്ടോ? പക്ഷേ ഞാൻ ഇന്ന് കുടിച്ചത് ഉപ്പിട്ട ചായയാണ്. അത് പ്രോസസ്സിങ് തന്നെ കുറേ ടൈം പിടിക്കും. ഒരു 3 മണിക്കൂറാണ് ഈ ചായ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം. അത് ഒരുപാട് സമയം അത് അളവ് നോക്കിയാൽ ഉപ്പിൻ്റെ അളവ് പ്രധാനമാണ് അതിൽ. പക്ഷെ കുടിക്കുമ്പോൾ നമുക്ക് ആ ഉപ്പ് അനുഭവപ്പെടില്ല. വേറൊരു ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത്. പിന്നെന്തുവാ അതും പിന്നെ രാവിലെ കഴിച്ചതെന്ന് റൊട്ടി ഉണ്ടല്ലോ, റോട്ടിയിൽ ബട്ടർ തേച്ച് അത് കഴിച്ച്. പിന്നെ കുറച്ച് ബട്ടർ ചായയിൽ ഇട്ടാണ് കുടിച്ചത്. എനിക്കുള്ള ചായ വന്നിട്ടുണ്ട്, അത് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വൈകിട്ട് ഈ മേളിൽ ഈ മൗണ്ടൻസ് കണ്ട് ചായ കുടിക്കാൻ വിചാരിച്ച്. പൊളി വൈബായിക്കോട്ടെ. അങ്ങോട്ട് കാണിക്കാനില്ല, അങ്ങോട്ട് കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്.